ചെറിയൊരു സ്ട്രെസ്സിനെ കുറിച്ച് പറയാം. ഇത് മിക്കവരും അനുഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഞാനും ഈ ഒരു സ്ട്രെസ്സൊക്കെ ഫീൽ ചെയ്തിട്ടുള്ള ആളാണ്. ഞാനിന്ന് വൈകുന്നേരം എൻ്റെ ഫോണിന് ഡേറ്റ ഫുള്ള് തീർന്നു. അപ്പം അത് ഞാൻ അറിഞ്ഞില്ല. കാരണം അപ്ലോഡ് ചെയ്യാൻ ഇട്ടിട്ട് പോയി കഴിഞ്ഞ സമയത്താണ്. അപ്പോൾ എനിക്ക് ചാർജ് ചെയ്യണമെങ്കിൽ ഗൂഗിൾ പേ വരണമെങ്കിൽ നെറ്റ് വേണമല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചു. പിന്നെ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്താൽ മതിയല്ലോ. അപ്പം അനിയനെ വിളിച്ച ആ സമയത്ത് അനിയൻ ബിസിയാണ്. അനിയൻ കല്യാണത്തിനാണ്, തിരക്കിലാണ്. അപ്പം അങ്ങനെ ഞാൻ രണ്ട് ഫ്രണ്ട്സാണ് എനിക്ക് പ്രധാനമായിട്ടുള്ളത്. ബോയ് ഫ്രണ്ട് എന്ന് പറയുന്ന രീതിയിൽ. അത് വേറെ ആരുമല്ല, ഞങ്ങളുടെ ട്യൂഷൻ സെൻറ്ററിലെ 2 സാറന്മാരാണ്. 2 പേരും ഗവൺമെൻറ് ജോലിക്കാരാണ്. 2 പേരും വിവാഹം കഴിച്ച് 2 പേർക്കും 2 കുട്ടികളെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഉപകരിക്കുന്നതും നമ്മൾ വിളിക്കുന്നതും എല്ലാവരും നല്ല ഇതാണ്. ഞങ്ങൾ അങ്ങനെ ഫോണിൽ കൂടെ സംസാരിക്കാറില്ല, വാട്സപ്പിൽ അങ്ങനെ ചാറ്റ് ചെയ്യാറില്ല. അങ്ങനെ ഒന്നും ഇല്ലെങ്കിലും അത്യാവശ്യത്തിന് എന്തെങ്കിലും ചോദിക്കുക, പറയുക, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ. 2 പേരും തിരക്കുള്ള ആൾക്കാരാണല്ലോ, നമ്മളാണല്ലോ ഫ്രീ ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ 2 പേരെ ആദ്യം വിളിച്ചു, 2 പേരും എടുത്തില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ എടുത്തപ്പോഴത്തേക്ക് ഞാനങ്ങനെ ചാർജൊക്കെ ചെയ്തു. ചാർജ് ചെയ്ത് തിരിച്ച് പൈസയൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞപ്പോൾ മറ്റേ ആൾ എന്നെ വിളിച്ചു. അത് തിരക്കായിപ്പോയി. അപ്പം കഴിഞ്ഞ ദിവസം എന്തോ ഫോണിൻ്റെ കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ചിട്ട് മറുപടി ഒന്നും വന്നില്ല. പറഞ്ഞ്, എടോ താൻ ഇനി വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിലൊന്ന് മെസ്സേജ് ഇട്ടേക്കണേ, അപ്പം ഞാൻ അത് നോക്കും എന്തായാലും എന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞു, സാരമില്ല, നമ്മളൊരു ആവശ്യത്തിന് വിളിച്ചിട്ട് ആവശ്യം കഴിഞ്ഞിട്ട് എൻ്റെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞു. എന്തോട് ഭയങ്കര തിരക്കാണോ, ഒന്നിനും സമയമില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ എനിക്ക് മനസ്സിലാവും. കാരണം 2 കുട്ടികളാണ്, ഇരട്ടകളായിട്ടാണ്. ഒരു മോളും ഒരു മോനുമാണ്. അപ്പം വൈഫ്, അമ്മ, പുള്ളിക്കാരനുമാണുള്ളത്, സാറുമാണ്. അപ്പം ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ 2 കുട്ടികളെന്ന് പറയുമ്പോൾ അറിയാമല്ലോ. അപ്പം വീട്ടുകാര്യങ്ങളൊക്കെ മറ്റുള്ളവർ നോക്കുമ്പോൾ ഇവരെ ഒരാളെങ്കിലും നോക്കണ്ടേ. അപ്പം അങ്ങനെ ഭയങ്കര തിരക്കിലാണ്. പുറത്തേക്കൊന്നും പോകാൻ പറ്റുന്നില്ല, ആരോടും സംസാരിക്കാൻ സമയം കിട്ടുന്നില്ല. വല്ലാത്തൊരു സ്ട്രെസ്സ് ഫീൽ ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, തനിക്ക് സ്ട്രെസ്സോ? അപ്പം താൻ ഇങ്ങോട്ട് വിളിച്ചേരെ, ഞാൻ എൻ്റെ സ്ട്രെസ്സൂടെ ചേർത്ത് പറയും. അവൻ പറഞ്ഞു, എനിക്കറിയാമോ, താനും കുറച്ചൊക്കെ സ്ട്രെസ്സിൽ പെട്ട ആളല്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നോക്കിക്കോ, ഇതായിരിക്കും എൻ്റെ അടുത്ത കണ്ടൻറ്റ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അപ്പം പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു, ശരി. ഞാൻ അങ്ങനെയൊക്കെ എടുക്കുന്നു. കാരണം നമ്മുടെ ഇതേ ഫീലിംഗ് ഉള്ള ഒരുപാട് പേരുണ്ട്. ചില തിരക്ക് കാരണം ഒന്ന് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥ. ഈ സംസാരിക്കാതിരുന്നാലും ഉണ്ടാകുന്ന ആ സ്ട്രെസ്സും തോന്നരുത്. കാരണം നമ്മുടെ എന്തെങ്കിലും ഒരു പ്രശ്നം, ചെറുതായാലും വലുതായാലും, ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ട് റിലാക്സ് ആകും. അങ്ങനെ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ ഓരോ ദിവസവും ഓരോരോ കാര്യങ്ങളുണ്ടാകും. ഇതെല്ലാം നമ്മുടെ മനസ്സിലിങ്ങനെ അടുങ്ങി ഇരിക്കുകയാണ്. അപ്പോൾ ഓരോന്നായിട്ട് ആരോടെങ്കിലും ഒന്ന് പറഞ്ഞ് ഒന്ന് റിലാക്സ് ആകാനുള്ള സാഹചര്യം ഉണ്ടായില്ല എങ്കിൽ അതിങ്ങനെ ഇങ്ങനെ വലിയ പുസ്തകങ്ങൾ അടുങ്ങി മുകളിലോട്ട് പോകുന്നത് പോലെ പോയിട്ട് ലാസ്റ്റ് ബാലൻസ് തെറ്റിയിട്ട് എല്ലാ പുസ്തകവും കൂടെ താഴോട്ട് വീഴുന്ന ഒരവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി അല്ലേ. നമ്മളിപ്പം ചീട്ട് കൊട്ടാരം പോലെ ഇങ്ങനെ പണിത് പോകത്തില്ലേ, അതേപോലുള്ള അവസ്ഥ. അപ്പോൾ ഓരോ ചീട്ട് വയ്ക്കുമ്പോഴും വീഴില്ല. അതേപോലെ നമ്മുടെ സ്ട്രെസ്സ്, അതിൻ്റെ ഫീലിങ്സ് നമ്മുടെ മനസ്സിലിങ്ങനെ വെച്ച് അത് താങ്ങാൻ പറ്റാത്ത രീതിയിൽ അത് പൊട്ടിത്തകർന്ന് വീഴുന്ന ഒരവസ്ഥയുണ്ട്, ആ ഫീലിങ്സ് എല്ലാം കൂടെ. അപ്പോൾ ആ ഒരവസ്ഥ നമുക്കൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല. നമ്മുടെ മാനസികമായിട്ട് നമ്മളെ ഒരുപാട് ബാധിക്കും, നമ്മുടെ ശരീരത്തെയും ബാധിക്കും. അതുകൊണ്ട് തന്നെ സ്ട്രെസ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നുകിൽ നമ്മുടെ വീട്ടിൽ ആരോടെങ്കിലും ഷെയർ ചെയ്യാം. നമുക്ക് ഇപ്പോൾ ആ സാറിൻ്റെ കാര്യം പറഞ്ഞ സാറിന് സമയം കിട്ടുമല്ലോ, ഉള്ള കാര്യമാണ്, അത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ പുള്ളിയെ അങ്ങനെ വിളിക്കാൻ പോലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും എത്ര നിവർത്തിയില്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് വിളിക്കാറുള്ളൂ. നമുക്കറിയാം, സപ്ലൈകോയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പം തീർച്ചയായിട്ടും അപ്പം നേരത്തെയൊക്കെ ആണെങ്കിൽ പറയായിരുന്നു, നേരത്തെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇന്ന് അവധി ദിവസമല്ലായിരുന്നു, അവധിയായിട്ട് പോലും എങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല, വീട്ടിൽ തന്നെ കുട്ടികളും കുടുംബവുമായിട്ട് നിൽക്കുന്നു. കുഞ്ഞു കുട്ടികളാണ്, ഒരു 1.5 ആ ഒരു പ്രായമായിട്ടുണ്ട്, 2 വയസ്സില്ല.
അപ്പം എൻ്റെ മോളെക്കാട്ടി ഇളയതാണ് രണ്ടുപേരും. അപ്പം അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മളെപ്പോഴും വീട്ടിൽ തന്നെ ഇരിക്കുന്നു. ഇപ്പം ജോലിക്ക് പോകുന്നുണ്ട് സാറെങ്കിലും വീട്ടിൽ വന്നിട്ട് നേരത്തെ കൂട്ടുകാരുമായിട്ടൊക്കെ കുറച്ച് നേരം സംസാരിച്ച് നാട്ടുകാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുമ്പോഴത്തേക്കും കുറേ മനസ്സൊന്ന് വേറൊരു ലെവലിലേക്ക് പോകും. ഇതിപ്പം അങ്ങനെയൊന്നും പറ്റുന്നില്ല എന്നുള്ളൊരവസ്ഥയെന്ന് പറയുമ്പോൾ ഉൾക്കൊള്ളാനായിട്ട് ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ അതിങ്ങനെ പറയാൻ ഞാൻ പറഞ്ഞ എപ്പോഴായാലും വിളിക്കാം എന്നുവെച്ചാൽ ഞാൻ എൻ്റെ സ്ട്രെസ്സും കൂടെ അങ്ങോട്ടത്തെ പറഞ്ഞു തരാം. അപ്പം രണ്ടും കൂടെ ആകുമ്പോൾ എന്താ പറയുക, രണ്ട് പേരുടെ സ്ട്രെസ് അങ്ങ് പോകും. അതുകൊണ്ട് സമാധാനമായിട്ടിരിക്കുക എന്ന് പറഞ്ഞു. ശരിയാ, സമയം കിട്ടുന്നില്ല ഒന്നിനും എന്നൊക്കെ പറഞ്ഞ് ഞാൻ അപ്പോഴത്തേക്കും കുഞ്ഞ് കരയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു ശരിയെങ്കിൽ വെച്ചോ എന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ ആ ഒരു സംഭാഷണം അവസാനിപ്പിച്ചു. അപ്പോൾ ഇതുപോലൊക്കെയുള്ള സ്ട്രെസ്സുകളുള്ളവർ തീർച്ചയായിട്ടും ആരോടെങ്കിലുമൊക്കെ നിങ്ങളുടെ സ്ട്രെസ്സിൻ്റെ കാര്യം പറയാൻ മടിയാണ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പറയാനെങ്കിൽ പറയണ്ട. പക്ഷേ കുറച്ച് നേരമെങ്കിലും അവരോട് സംസാരിക്കുക, അവരുടെ വിശേഷങ്ങൾ അറിയാൻ, നാട്ടുവർത്തമാനങ്ങൾ ഒക്കെ പറയുക. അപ്പോൾ നമുക്ക് കുറച്ചൊരു മനസ്സിന് ഒന്ന് ശാന്തമാകാൻ ഉള്ള അവസരമായി ഇത് മാറും, ഉറപ്പായി.